ഈശോമിശിഹായ്ക്ക് എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേരുന്നു. കൃഷി ലാഭകരമല്ല എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. എന്നാൽ വളരെ ലാഭകരമായി കൃഷി നടത്തുന്നവരും ധാരാളമുണ്ട്. മാറിയ കാലാവസ്ഥ അനുസരിച്ച് കൃഷി രീതികൾ മാറ്റണം, വിളകൾ മാറ്റണം. ലോകം മുഴുവൻ ധാരാളം നല്ല മാതൃകകളുണ്ട്. ശാസ്ത്രം ഉപയോഗിക്കണം. തമിഴ്നാട്ടിൽ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ധാരാളം ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കാറുണ്ട്. നാട്ടിലും കൊടുക്കണം. മത്സ്യത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. സ്വാഭാവിക രീതിയിൽ വളരുന്ന പന്നി, പോത്ത്, പശു, താറാവ്, ആട് ഒക്കെ കഴിക്കുന്നത് ശീലമാക്കണം. പന്നി സ്ഥിരമായി കഴിക്കുന്നത് പൈൽസ് പോലുള്ള രോഗങ്ങൾ കുറയാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. സ്വാഭാവിക രീതി അല്ലാത്ത രീതിയിൽ വളരുന്ന കോഴി കഴിച്ചാൽ ധാരാളം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ധാരാളം ആളുകൾ മാംസാഹാരം കഴിക്കുന്ന കേരളത്തിൽ ആധുനിക രീതിയിലുള്ള കശാപ്പശാലകൾ വളരെ നന്നായിരിക്കും. ചക്ക ധാരാളം ഉപയോഗിച്ചാൽ ക്യാൻസർ കുറയും. പ്ലാവ് കൃഷിക്കാർ രക്ഷപ്പെടും. പച്ചക്കറി, മാംസം ഒക്കെ നാട്ടിൽ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒഴിഞ്ഞാൽ കർഷകരും മൃഗങ്ങളെ വളർത്തുന്നവരും രക്ഷപ്പെടും. വിലയും കുറയും. ആരോഗ്യവും മെച്ചപ്പെടും. നാടൻ അരി തിന്നുന്നത് ശീലമാക്കിയാൽ നെൽകർഷകരും രക്ഷപ്പെടും. നല്ല നാടൻ വെളിച്ചെണ്ണ ശീലമാക്കിയാൽ തെങ്ങ് കർഷകർ രക്ഷപ്പെടും. നല്ല എണ്ണ വിൽക്കുന്നവരും രക്ഷപ്പെടും. ആരോഗ്യം നശിക്കില്ല. വ്യാപകമായ ഉപയോഗം വന്നാൽ വിലയും കുറയും. എസ്റ്റേറ്റ് നിയമങ്ങളും ഭൂനിയമങ്ങളും മൃഗസംരക്ഷണ നിയമങ്ങളും പരിഷ്കരിക്കണം. ഇഷ്ടമുള്ള കൃഷി നടത്താൻ അനുവാദം കൊടുക്കണം. നാട്ടിൽ കൃഷി നശിപ്പിക്കുന്ന വരുന്ന മൃഗങ്ങളെയും മറ്റും അല്ലെങ്കിൽ സ്വത്തിനും ജീവനും അപകടമെന്ന രീതിയിൽ മൃഗങ്ങൾ വന്നാൽ അതിനെ കൊല്ലാൻ അനുവാദം കൊടുക്കണം. എല്ലാ വികസിത രാജ്യങ്ങളിലും മൃഗങ്ങൾ പെരുകി മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോൾ നിശ്ചിത കാലത്തേക്ക് അവയെ നിയന്ത്രിക്കും. സർക്കാരും ചെയ്യും, ജനങ്ങൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്യും. ആനിമൽ കള്ളിങ് അത് തന്നെ നാട്ടിൽ നടപ്പിലാക്കണം. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ വാണിജ്യ താൽപ്പര്യം മാത്രം മുൻനിർത്തി ചിലതരം മരങ്ങൾ സാധാരണക്കാർ വിൽക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും ആ നിയമങ്ങൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നു. എല്ലാവർക്കും എല്ലാത്തരം മരങ്ങളും വളർത്താൻ, വിൽക്കാൻ അനുവാദം കൊടുക്കണം. പണ്ട് നമ്മുടെ തടി ലോകം മുഴുവൻ എത്തിയിരുന്നു. അങ്ങനെ നിയമം മാറ്റിയാൽ കർഷകർ രക്ഷപ്പെടും. തടി വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടും. തടിയുടെ വൻതോതിലുള്ള വില കുറയുകയും ചെയ്യും. മയിലിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. ബൈബിൾ പുസ്തകം 1 രാജാക്കന്മാർ 10-ാം അധ്യായം പറയുന്നു, BC 1000 ഇസ്രായേലിൽ സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ 3 വർഷത്തിലൊരിക്കൽ കടൽ മാർഗം മയിൽ, ആനക്കൊമ്പ്, കുരങ്ങുകൾ, സ്വർണം, വെള്ളി എന്നിവ വന്നിരുന്നു. തീർച്ചയായും അത് ഇന്ത്യയിൽ നിന്നായിരിക്കണം. ആവശ്യമുള്ള രാജ്യങ്ങളിലേക്ക് മൃഗങ്ങളെ ഗവൺമെൻറ് കൊടുക്കുക. കാട്ടിൽ ധാരാളമായി മൃഗങ്ങൾ തിന്നുന്ന തരം മരങ്ങൾ വളർത്തുക. മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. മറ്റ് രാജ്യങ്ങൾ സമാനമായ വന്യമൃഗശല്യം പരിഹരിക്കുന്ന രീതികൾ നാട്ടിൽ നടപ്പിലാക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഫിൻലൻഡിൽ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും ഒക്കെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്ന് വനവും വനവിഭവങ്ങളുമാണ്. അവിടെ സ്വകാര്യ വ്യക്തികൾക്കും വനമുണ്ട്. നാട്ടിലും അങ്ങനെ അനുവദിക്കുക. താല്പര്യമുള്ളവർ വനം വളർത്തട്ടെ. വനവിഭവങ്ങൾ വഴി അവർക്ക് വൻതോതിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. സർക്കാരിനും നികുതി വഴിയും ധാരാളം പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മുരിക്കൻ പാടങ്ങൾ എല്ലാവർക്കും അറിയാം. വളരെ ആസൂത്രണം ചെയ്ത് വിജയകരമായി നടത്തിയിരുന്ന മുരിക്കൻ പാടങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. വേണ്ട രീതിയിൽ നടത്താൻ അറിയാത്തതിനാൽ നശിച്ചുപോയി. പണി അറിയാവുന്നവനെ പണിയേൽപ്പിക്കണം. നാട്ടിൽ പരിശോധന നടത്തി മിച്ചഭൂമികൾ അല്ലെങ്കിൽ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, അത് ഉപയോഗിക്കാത്ത രീതിയിൽ കിടക്കുന്ന എസ്റ്റേറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ ഏറ്റെടുത്ത് ഭൂമിയില്ലാത്തവർക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കുട്ടനാട്ടിൽ നിന്നും പലായനം ചെയ്യുന്നവർക്കും വെള്ളപ്പൊക്കം മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കൊടുക്കണം. കേരളത്തിൽ കാർഷിക വിപ്ലവവും നടക്കും. പണ്ട് ഭൂമി മുഴുവൻ കാടായിരുന്നു. കാടാണ് പിന്നെ നാടായത്. ചില ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്നവർ ആഗോളതാപനം മുതൽ ലോകമൊത്തം കാലാവസ്ഥ അതിൻ്റെ പഴി കർഷകൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് കാണാറുണ്ടോ? ഭക്ഷ്യസാധനങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ആകില്ല. അതിന് കർഷകൻ മണ്ണിൽ പണിയണം. ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാത്തരം ആധുനിക ഗതാഗത സൗകര്യങ്ങളും കെട്ടിട സമുച്ചയങ്ങളും പ്രകൃതിയെ പലതരത്തിൽ വൻതോതിൽ ചൂഷണം ചെയ്ത് തന്നെയാണ് നടക്കുന്നത്. കപട പരിസ്ഥിതിവാദികൾ പശ്ചിമഘട്ടത്തിൽ ജലബോംബുകളായി നിൽക്കുന്ന അണക്കെട്ടുകൾ കാണില്ല. പാടങ്ങൾ നികത്തി നിർമ്മിച്ച വിമാനത്താവളങ്ങൾ, വൻ കെട്ടിട സമുച്ചയങ്ങൾ കാണില്ല. നഗരങ്ങൾ മാത്രം വികസിച്ചാൽ പോലെ ഗ്രാമങ്ങളും വികസിക്കണം. എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. കേരളത്തിൽ 30% നിബിഡ വനമുണ്ട്. 54% നല്ല ഗ്രീനറിയുണ്ട്. 82 ഡാമുകളുണ്ട്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. 44 നദികളുണ്ട്. നിറയെ മലകളും കുന്നുകളും. വളരെ ചെറിയ സംസ്ഥാനം. ജനസാന്ദ്രത വളരെ കൂടിയ സ്ഥലം. ഒരു സ്ഥലത്ത് തീരസംരക്ഷണ നിയമം, മറുവശത്ത് പരിസ്ഥിതി നിയമങ്ങൾ. പിന്നെ ജനങ്ങൾ എവിടെ താമസിക്കും?
ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എല്ലാവരും ചർച്ച നടത്തി പ്രകൃതിയെ അമിത ചൂഷണം നടത്താതെ എല്ലാവർക്കും മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങണം. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങൾ വികസിച്ചാൽ ഇന്ത്യ വികസിക്കും. ഇന്ത്യയിൽ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത എം എസ് സ്വാമിനാഥൻ നമുക്ക് പ്രചോദനം നൽകട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.